ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം സ്പെഷ്യൽ റെസിപ്പീസും കുറേ അധികം വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതാ സമയം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. നല്ല കാലാവസ്ഥയാണ് കേട്ടോ. കണ്ടോ, മഞ്ഞൊക്കെ ആയിട്ടിങ്ങനെ നല്ല തണുപ്പും, ഭയങ്കര തണുപ്പല്ല, ചെറിയൊരു തണുപ്പും ഒക്കെ രാത്രിയിലും രാവിലെയൊക്കെ മഞ്ഞും ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുറ്റമൊക്കെ കാണാൻ നല്ല രസമാണ്. ഫ്ലവറിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണിട്ട് ആ ഒരു പുറത്തേക്ക് നോക്കുമ്പോൾ മഞ്ഞിങ്ങനെ കിടക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സമയം അവിടെ ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ അകത്ത് കയറി നല്ല തണുപ്പ് കേട്ടോ. അപ്പോൾ ഒരു ചായയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എന്താ പറയുക, നമസ്കാരവും കുളിയും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ കിച്ചണിലേക്ക് വരുന്നത്. ഇപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ കുളിക്കാനൊക്കെ ഒരു മടിയാണ് കേട്ടോ. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞാലും ചെയ്യണം. അപ്പോൾ പിന്നെ അതിനായിട്ടൊരു ടൈം കണ്ടെത്തേണ്ടി വരും കേട്ടോ. അപ്പോൾ രാവിലെ ആയാൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതും അങ്ങ് കഴിഞ്ഞു പോകുമല്ലോ. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ പിന്നെ പണികളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരുന്ന പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുളിക്കാതെ, എനിക്ക് കേട്ടോ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, കുളിക്കാതെ കിച്ചണിലേക്കൊക്കെ കയറി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവസാനം വേഗം പണി തീർന്നാലും കുളിക്കാതെ പിന്നെ അവിടെ ഇവിടെ ഇരുന്ന് ഫോൺ നോക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് വെറുതെ സമയമാക്കും കേട്ടോ. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ച് രാവിലെ തന്നെ അതങ്ങ് തീർക്കട്ടോ. അപ്പോൾ പണി കഴിയുന്നതോടുകൂടി എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഫ്രഷ് ആയിട്ടിരിക്കുകയും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഫ്രഷ് ആയാൽ മതിയല്ലോ. പിന്നെ രാവിലെ നമ്മൾ കുളിക്കുന്നത് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. ഭയങ്കര നമ്മളെ ഹെൽത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. ചിലരെങ്കിലും കാണാം കമൻറ്റിൽ ചോദിക്കുന്നു കേട്ടോ, രാവിലെ തന്നെ കുളി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫ്രഷ് ആയിട്ടിരിക്കുക എന്നൊക്കെ ചോദിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത്. പിന്നെ കൂടുതൽ മേത്ത് അഴുക്കായി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഫ്രഷ് ആവുക, വേറെ ഡ്രസ്സ് ഇട്ടിട്ട് നമസ്കരിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും വേറെ ഉണ്ട് കേട്ടോ. കാര്യം നമ്മൾ ആ കറക്റ്റ് സമയത്ത് ഇപ്പോൾ സുന്നത്താണെങ്കിൽ ഇപ്പം നമുക്ക് ദുഹാ നമസ്കാരത്തിനാണെങ്കിൽ നമ്മൾ കുളിച്ചിട്ടുണ്ടാവില്ല, ഫ്രഷ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേറൊരു ഡ്രസ്സ് നിസ്കരിക്കാനും എനിക്ക് തോന്നലില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുതന്നെയാണ് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യൽ. അപ്പം ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല കേട്ടോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് കുറേ പേര് പറഞ്ഞു അവർ തഹജ്ജുദ് നമസ്കാരം ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്, ദുഹാ നമസ്കാരം ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്, നേരത്തെ എണീക്കലുണ്ട് എന്നൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതല്ല കേട്ടോ ഇവിടുത്തെ കാര്യം. നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ അതന്നെയാണ് എന്നെ സംബന്ധിച്ചോളം വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ക്ലീനിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് ആകുന്ന പാത്രങ്ങൾ കഴുകി വെക്കാം. ഇനി കഴുകി ഞാൻ ചിലപ്പം ഇവിടെ നിന്ന് ഒന്നിച്ചേ മാറ്റുള്ളൂ, എന്നാലും വേഗം വേഗം കഴുകി മാറ്റും കേട്ടോ. അപ്പോൾ ഒന്നിച്ച് നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാനായിട്ട് ഉണ്ടാവില്ല. പണികളുടെ ഇടയിലൊക്കെ നമുക്ക് പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ കടലക്കറി, ഒരു ഈസി കടലക്കറി, നല്ല എളുപ്പത്തിലൊരു വെറൈറ്റി കടലക്കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കടല ഞാൻ ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാദാ കടല കേട്ടോ, കറി വെക്കുന്ന കടല. അതും കുറച്ച് വെള്ളവും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട, കടല വേവാൻ സമയമെടുക്കും. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല ഈസിയാണ്. അപ്പോൾ ഇതാദ്യം അവിടെ വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ടൈമുണ്ട്, അതിന് അനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ എന്നോട് കുറേ പേര് ചോദിക്കലുണ്ട്, മുന്നേ താനു അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സില്ലേ, ഒരു ബാൻസു കോഴ്സ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ, അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്ന ആൾ ഇന്ത്യക്കാരനായ നീലകാന്ത ബാനു എന്ന ആളാണ് കേട്ടോ. നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും, കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും.
ഇയാൾ നിങ്ങളുടെ കുട്ടികൾക്കായിട്ടൊരു ഫ്രീ ക്ലാസ് ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. ബുക്കും പെന്നും ഒന്നും യൂസ് ചെയ്യാതെ മെൻ്റൽ കാൽക്കുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് അവർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മാത്സിൽ എക്സ്പേർട്ട് ആക്കുന്നത്, മാത്സ് എന്നുള്ള ആ ഒരു പേടി മാറ്റിയെടുക്കട്ടെ, മാത്സ് ഈസി ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു ഡെമോ ക്ലാസ് കാണിക്കുന്ന കേട്ടോ. ഈ കുട്ടി നോക്ക് എത്ര ഫ്രീ ആയിട്ട് എത്ര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നോക്ക്. So I want your hands how? I want your hands folded so that I can see it, right? And the second one is that this is going to be a speed math. പിന്നെ നിങ്ങളുടെ കുട്ടികൾ UKG 9th ഗ്രേഡിൽ പഠിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കായി ഒരു ഫ്രീ ക്ലാസ് നൽകുന്നുണ്ട് കേട്ടോ. ഈ ക്ലാസ്സുകളിൽ നിങ്ങളുടെ കുട്ടികൾ നീലാകാന്ത ഭാനുവിൻ്റെ റെക്കോർഡിംഗ് ബ്രേക്കായ കാൽക്കുലേഷൻ ടെക്നിക്കുകൾ പഠിക്കും. അതെല്ലാം തികച്ചും ഫ്രീ ആയിരിക്കും. ഇത് നിങ്ങളുടെ കുട്ടികളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാനും പിന്നെ സ്കൂളിലെ എക്സാമിനൊക്കെ നല്ല മാർക്ക് കിട്ടാനും. നമുക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ളത്. ഇംഗ്ലീഷും സയൻസും മാത്സും അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻസൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണല്ലേ. അധികം ആളുകൾക്കൊന്നും ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളുടെ കുട്ടികൾക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും അത് മിസ് ചെയ്യരുത്. എല്ലാവരും മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അവർ ഒരു സ്പെഷ്യൽ ഓഫറും കൂടെ ഉണ്ട് കേട്ടോ. 30% കോസ്റ്റ് അവർ കട്ട് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 200 പേർക്ക് ഫ്രീ ആയിട്ട് ഡെമോ ക്ലാസ്സും കൂടെ നൽകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വ്യൂവേഴ്സിനല്ല, സബ്സ്ക്രൈബേഴ്സിന് ഉള്ളതാണ് കേട്ടോ. സ്പെഷ്യലാണ്, ആരും മിസ് ചെയ്യല്ലേ. അവരുടെ ഡീറ്റെയിൽസും ബന്ധപ്പെടാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്ന് കമൻ്റായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ രാവിലെ തന്നെ പോയിട്ട് ഞാൻ ആന്തൂരയൊക്കെ പറിച്ചു കൊണ്ടുവന്നു. ആന്തൂരം പറിക്കുമ്പോൾ ഒരു വിഷമമാണ് കേട്ടോ. പക്ഷേ ഞാൻ പുറത്തിങ്ങനെ നിന്നപ്പോൾ ആന്തൂരയും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോട്ടിൽ വെച്ചാലോ എന്നാലോചിച്ചു. അകത്തിങ്ങനെ ഫ്ലവർ വെക്കുമ്പോൾ നല്ല രസമാട്ടോ. പിന്നെ ഇത് കുറേ നാൾ നിൽക്കും കേട്ടോ. കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ചയൊക്കെ എന്തായാലും ഇങ്ങനെ വാടി പോവാതെ നിൽക്കാറുണ്ട്. ഞാൻ വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഇനി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ അധികം നാൾ നിൽക്കും കേട്ടോ. പിന്നെ ആ ഒരു തോട്ടത്തിലുള്ള ആന്തൂരം ഞാൻ അതിനായിട്ട് വെച്ചതാണ് കേട്ടോ. എപ്പോഴെങ്കിലും എനിക്ക് 1-2 ലീഫും ഫ്ലവറും കട്ട് ചെയ്തിട്ടിട്ട് ടേബിളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കിച്ചണിൽ ഇതുപോലെയൊക്കെ കൊണ്ട് വെക്കാമല്ലോ, വീടും ഒന്ന് ഭംഗിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നട്ടിട്ടുള്ളതാണ് കേട്ടോ. അവിടെ ഇങ്ങോട്ടേക്ക് അത് മുറ്റത്തുള്ള പ്ലാന്റിൽ നിന്ന് എനിക്ക് കട്ട് ചെയ്യാൻ ഇഷ്ടമില്ല. തോട്ടത്തിലുള്ളതാവുമ്പോൾ അത് ഞാൻ അതിനായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതെടുക്കുമ്പോൾ എനിക്ക് അത്ര സങ്കടം വരില്ല. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ രാവിലെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താലേ കുറച്ച് സമയം പുറത്ത് ഗാർഡനിൽ നിൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക ഒക്കെ ചെയ്താൽ ഒന്നുകൂടെ ഇൻട്രസ്റ്റ് ആവും കേട്ടോ പണികൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ലേ സിമ്പിളായിട്ടുള്ള നമ്മളെ ഒരു റിച്ച് ആയിട്ടുള്ളൊരു കടലക്കറി കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ടും പറ്റും. നമ്മൾ എപ്പോഴും ഒരേ ടോണിൽ ഉണ്ടാക്കുമ്പോൾ മടുക്കൂലേ. ഇത് തേങ്ങയൊന്നും അരക്കാതെ എന്നാൽ അതുപോലെയുള്ളൊരു കടലക്കറിയാണ് കേട്ടോ. എന്നാൽ എളുപ്പമാണ്. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം, ഒരു 4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. ചതക്കൊന്നും വേണ്ട. എന്നിട്ട് 1 മിനിറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങാൻ വേണ്ടി, കളർ ചേഞ്ച് ആവണ്ട. ഇനി 2 മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി സവാള നല്ല സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ. സവാളയും തക്കാളിയും ഒന്ന് സോഫ്റ്റായിട്ട് എടുക്കണം. ഭയങ്കര ഇങ്ങനെ സോഫ്റ്റായിട്ട് കളർ ചേഞ്ച് ചെയ്യുക, അലിഞ്ഞു പോകുന്ന ആ രീതിയിലേക്കൊന്നും വേണ്ട. ഒരു സവാള വഴന്ന ഒരു ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ആ ഒരു സമയം അതവിടെ ആയി വരുന്നുണ്ട്. ആ ഒരു സമയം ഞാനിതാ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തു. ഇനിയിപ്പോൾ നല്ല പെർഫെക്റ്റ് പൂരിയാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി. അതിനായിട്ട് ഞാൻ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, സാധാ ഗോതമ്പ് പൊടി. 1/4 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ റവയില്ലേ നമ്മൾ ഉപ്പുമാവിനൊക്കെ യൂസ് ചെയ്യുന്നത്, 1 ടേബിൾ സ്പൂൺ റവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ നല്ലതാണ് കേട്ടോ, ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഇനി ഇത് സാധാ നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. തിളച്ച വെള്ളമല്ല, തിളക്കുന്നതിന് മുമ്പുള്ള ആ ഒരു നന്നായിട്ട് ചൂടായിട്ടുള്ള ആ വെള്ളമല്ല, ആ വെള്ളത്തിലാണ് ഞാൻ പൂരിക്ക് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി കുഴച്ചെടുക്കുന്ന അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. ചപ്പാത്തിൻ്റെ അത്ര സോഫ്റ്റ് ആവണ്ട കേട്ടോ. കുറച്ചൊന്ന് ഞാൻ കാണിച്ചു തരാം. ആ ഒരു രീതിയിലൊന്ന് നന്നായിട്ട് കൗണ്ടർ ടോപ്പിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന്
ചെയ്യട്ടെ. ആ ഒരു സമയം നമ്മൾ തക്കാളിയും ഇതൊക്കെ അവിടെ വെന്ത് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ മിക്സായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുക്കിങ്ങും തീരും കേട്ടോ. സവാളയും തക്കാളിയൊക്കെ വഴന്ന് വരുന്ന പോലെ നമ്മളത് നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ആ ഒരു സമയം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് അല്ലെങ്കിൽ ആ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. മാക്സിമം നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരു അരമണിക്കൂറാണെങ്കിലും ആ ഒരു സമയം കൊണ്ട് തന്നെ എല്ലാം തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, കുറേ സമയം കിച്ചണിൽ ചിലവഴിക്കാതെ. അപ്പോൾ ഇതാ നമ്മൾ തക്കാളിയും ഉള്ളിയും എല്ലാം വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുത്തു. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. നമ്മൾ കടല വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറവായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാശ്മീരി ചില്ലി ആണെങ്കിലും സാധാ ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. അത് നിങ്ങളെ എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തുക കേട്ടോ. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ സവാള വഴറ്റാൻ വേണ്ടി വെച്ചില്ലേ, ആ ഒരു സമയത്ത് കുറച്ച് ഒരു 1/2 ടീസ്പൂണെല്ലാം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഈ സമയത്താണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമില്ല. എൻ്റെ അടുത്ത് വലിയ ജീരകത്തിൻ്റെ പൊടി ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ആ പൊടികളുടെയൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതില്ലേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, പച്ചവെള്ളം ഒഴിച്ചിട്ട് തണുത്തതിന് ശേഷം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. സെയിം പാത്രം വീണ്ടും ഞാൻ അടുപ്പിലേക്ക് വെച്ചോട്ടു. നമ്മുടെ ഈ കടായില്ലേ, ഇത് നമ്മളെ ഇൻഡസ് വാലിൻ്റെ സ്റ്റീൽ കടായിയാണ് കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. അടിയിൽ പിടിക്കുക ഒന്നും നമുക്ക് സവാളയൊക്കെ ഈസി ആയിട്ട് വഴറ്റി കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടിയൊക്കെ 3 ലെയറാണ് വരുന്നത്. നല്ല കട്ടിയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇൻഡസ് വാലിൻ്റെ. നിങ്ങൾ ആവശ്യമുള്ളവർ പിന്നെ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ജംഷി എന്നുള്ള ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, അത് ഞാനതിൽ കൊടുക്കാം. അത് യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടെ കിട്ടുക. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തു. അരപ്പിലേക്ക് നമ്മൾ കടല വേവിച്ചതില്ലേ, അതിലുള്ള വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, ആ ഒരു വെള്ളത്തോട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കറി ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കറി വേറെ ലെവലാവും, വേറെ തന്നെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. എന്നിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കുക. ആ കടലയിലേക്ക് ആ മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനോടൊക്കെ നമ്മൾ കടലക്കറി റെഡി ആയി കിട്ടും കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ആവശ്യമുള്ളവർ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമെങ്കിൽ ചേർത്ത് കൊടുക്കണം. നല്ല റിച്ച് ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ തേങ്ങ ഒന്നും അരക്കാതെ തന്നെ ആ ഒരു രീതിയിലുള്ള നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു കടലക്കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ പൂരിയും കൂടെ ഒരു പെർഫെക്റ്റ് സ്റ്റൈലിൽ പൂരിയാണ് കേട്ടോ. എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ടേസ്റ്റുള്ള ഒരു പൂരിയാണ് ഇത്. നിങ്ങൾക്ക് മൈദയിൽ മാത്രം വേണമെങ്കിലും ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അറിയാമല്ലോ, മൈദ ഉണ്ടാക്കുമ്പോഴാണ് പൂരിക്ക് നല്ല ടേസ്റ്റ്. പക്ഷെ ഞാൻ ഗോതമ്പ് പൊടിയിൽ തന്നെയാണ് എപ്പോഴും പൂരി ഉണ്ടാക്കാറ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഫുൾ നിങ്ങൾ മൈദ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ റവയില്ലേ, അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഗോതമ്പ് വേണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം. പിന്നെ ഗോതമ്പ് പൊടി മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാട്ടെ. ഞാനൊരു പെർഫെക്റ്റ് വേർഷൻ കാണിച്ചു തന്നു എന്ന് മാത്രം. എണ്ണയൊന്നും കുടിക്കാത്ത, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ എണ്ണ അധികം ചൂടായി ഇങ്ങനെ എണ്ണ പുകയുന്ന രീതി ആക്കിയെടുക്കരുത്. ഒരു മീഡിയം ചൂട്, നന്നായിട്ട് ചൂടാവണം, എന്നാൽ തണുത്തും പോകരുത്. ആ ഒരു രീതിയിലാവുമ്പോൾ നമ്മൾ പരത്തിയത് ഇട്ട് കൊടുക്കുക. പരത്തിയതിന് ഒരുപാട് കട്ടി പാടില്ല, എന്നാൽ ഞാൻ കാണിച്ചു തന്നില്ല ആ ഒരു കട്ടി വേണം കേട്ടോ. കട്ടി കൂടിപ്പോയാൽ ഇങ്ങനെ പൊങ്ങി വരില്ല കേട്ടോ. കട്ടി കുറഞ്ഞു പോയാലും പൊങ്ങി വരില്ല, കൂടിപ്പോയാലും പൊങ്ങി വരില്ല. അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പൊങ്ങി വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് വരും കേട്ടോ. ഇനി ഇത്രയേ ഉള്ളൂ. ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണ ഒട്ടും കുടിക്കില്ല കേട്ടോ. നമ്മൾ ഇട്ട എണ്ണ അത്ര തന്നെ നമുക്ക് തിരിച്ചും കിട്ടും. ഒഴിച്ച എണ്ണ അത്ര തന്നെ നമുക്ക് തിരിച്ചു കിട്ടും കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് ഇത് കണ്ടോ. എനിക്ക് പൂരീൻ്റെ കാര്യം പറയാനില്ല. എനിക്ക് പൂരി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്ക്, അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പൂരി. എപ്പോൾ ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവില്ല. എനിക്ക് നല്ല ഇഷ്ടമുള്ള സംഭവങ്ങൾ ഞാൻ അധികം ഉണ്ടാക്കാറില്ല കേട്ടോ. കാര്യം നന്നായിട്ട് കഴിക്കും, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇവിടെ റഫീഖയ്ക്ക് എണ്ണയിൽ ഉണ്ടാക്കിയത് ഇഷ്ടമാണ്, പക്ഷെ കഴിച്ചാൽ ഗ്യാസ് പ്രശ്നം ഒക്കെ ഉണ്ടാവലുണ്ട്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തേട്ടി വരും.
ഓഫീസിലൊക്കെ പോയാൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ല അവർക്ക്, ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ അധികം നെയ്പ്പത്തിരി ഇതൊന്നും നിങ്ങൾക്ക് റെസിപ്പിക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരും, അല്ലാണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനത്തെ ഒന്നും ഇങ്ങനത്തെ ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല, പ്രത്യേകിച്ച് മോർണിംഗിൽ. പിന്നെ പൂരീൻ്റെ കാര്യം പറയുകയാണ്, ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് രാവിലെ ഉമ്മ എണീറ്റ് എന്താ ഉണ്ടാക്കേണ്ടത് നമ്മളോട് കുട്ടിയോടല്ലോ ചോദിക്കുക. അപ്പോൾ നമ്മളോട് ഞാനാണ് അന്ന് കോളേജിൽ പോകുന്ന ആൾ, ബാക്കി എല്ലാവരും കല്യാണമൊക്കെ കഴിച്ചു അങ്ങനെ. അപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ പൂരി, എന്നും പൂരി. അതിനെനിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല, പാലൊഴിച്ച് ചായയും കട്ടൻ ചായയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷേ ഇഷ്ടം പാലൊഴിച്ച ചായയും ഇങ്ങനെ എണ്ണയിൽ നിന്ന് അപ്പം കോരിയെടുത്ത പൂരി ഉണ്ടല്ലോ അതുകൊണ്ട്. അത് ഉമ്മാൻ്റെ ഞാൻ പറയുന്നില്ലടാ, കാര്യം ഉമ്മമാരെ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് അവർ നമ്മളമാതിരിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിക്കോട്ടെ, അതൊന്നും നമ്മളുണ്ടാക്കിയാൽ എന്തായാലും വരാനും പോകുന്നില്ല. പക്ഷെ ആ ഒരു പൂരിയും പാലൊഴിച്ച ചായ എനിക്ക് ആ ഒരു കാലഘട്ടമാണ് കേട്ടോ ഓർമ്മ, നമ്മൾ ആ ഒരു ടൈമാണ് നമുക്ക് ഓർമ്മ വരിക. എന്നിട്ട് അതും ഒരു 3-4 കഴിച്ചിട്ട് ചായയും കുടിച്ചിട്ടാണ് വേഗം പോവുക. നമുക്ക് കുറേ ദൂരം വീട്ടിൽ നിന്ന് കുറേ ദൂരം പോകാനുണ്ടായിരുന്നു ഞാൻ +2 പഠിക്കുമ്പോൾ ഉള്ള സ്ഥലത്തേക്ക് കേട്ടോ. ഞാൻ പറഞ്ഞു തന്നാൽ ചിലർക്കൊന്നും അറിയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ അങ്ങനെ ഒരു പൂരി കഥ എനിക്കുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കിന്നിൽ ഫേസിൽ പിമ്പിൾസും ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം ഇങ്ങനത്തെ സംഭവത്തിനോടാണല്ലോ ഇഷ്ടം കൂടുതൽ, അതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ എഗ്ഗ് ഓംലെറ്റ് ഇഷ്ടമാണ്, പുഴുങ്ങിയത് ഇഷ്ടമാണ്, പാല് ഇതെല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെവർക്കാണല്ലോ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരിക, ഓയിലി സ്കിന്നും കൂടെ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതാ ഇനി സംസാരത്തിനിടയ്ക്ക് നമ്മൾ പൂരിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ വാവ വന്നിട്ടില്ല കേട്ടോ. കുറേ പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ റെസിപ്പീൻ്റെ ഒക്കെ ഇടയിൽ പറയാൻ വിട്ടുപോകുന്നതാണ്. വാവ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഏട്ടത്തിനെയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ വാവ ഏട്ടൻ്റെ വീട്ടിലാട്ടോ വാവനാക്കിയത്. അപ്പോൾ വാവ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ 2 വീട്ടിലുള്ളൂ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അപ്പോൾ വാവക്ക് ഫുഡ് വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവ ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അന്ന് വരുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാകുമ്പോൾ, ഞാൻ വീട്ടിൽ പോകുമ്പോൾ 2 ദിവസം നിൽക്കാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ഏട്ടൻ്റെ വീട്ടിലോ പെങ്ങന്മാരുടെ വീട്ടിലൊക്കെ തന്നെയാണ് കേട്ടോ ആക്കുക. അപ്പോൾ അങ്ങനെയാണ്, അല്ലാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ആക്കിയിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് ആക്കിയിട്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച പാത്രങ്ങളൊന്ന് എടുക്കട്ടെ കേട്ടോ. നമ്മൾ അപ്പം ഉള്ള പാത്രങ്ങൾ അപ്പം കഴുകിയെടുക്കട്ടെ. ബാക്കിയുള്ളത് എന്ത് നമ്മൾ പെൻഡിങ് വെക്കുകയാണെങ്കിലും പാത്രങ്ങൾ അപ്പം കഴുകിയെടുക്കട്ടെ. ഞാൻ ഒന്നും കൂടെ പറയാൻ ഉള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് പാത്രം കഴുകുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്പം കഴുകിയെടുത്താലില്ലേ നമുക്കതൊരു, ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്, അത് വലിയൊരു ഭാരമായിട്ട് നമുക്ക് മാറൂല. മാത്രമല്ല കുറച്ചുകൂടെ കഷ്ടപ്പാടായിരിക്കും നമ്മളിത് ബാക്കിയുള്ള പണികളും കഴിഞ്ഞിട്ട് പാത്രം കഴുകുക, അല്ലെങ്കിൽ ഉച്ചക്കത്തെ ലഞ്ചും കൂടെ ആക്കിയിട്ട് പാത്രം കഴുകുക എന്നൊക്കെ വിചാരിക്കുമ്പോൾ പിന്നെ അത് ഉണങ്ങിപ്പിടിച്ച് അതിലുള്ള നമുക്ക് ആ ഒരു കഴുകാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് പോകും, മടി കൂടെ വരികയും ചെയ്യും നമ്മളെല്ലാ ആളുകൾ. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ സിങ്കിൽ പാത്രം ഡംപ് ചെയ്ത് ഇടൂല എന്നങ്ങ് തീരുമാനിച്ചാൽ മതി കേട്ടോ. നമ്മൾ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് പാത്രങ്ങളും കഴുകി അതുപോലെ തന്നെ കിച്ചണൊക്കെ നീറ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ എൻ്റെ കിച്ചൺ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉണ്ടാക്കാത്തത്, ഇന്ന് ലഞ്ച് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പോയി വന്നതിന് ശേഷം റഫീഖക്ക് സ്പെഷ്യലായിട്ടുള്ള ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ റഫീഖക്ക് അങ്ങനെ വെറൈറ്റി ലഞ്ചും ഡിന്നർ അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. സാധാ നാടൻ ഫുഡ് ഇഷ്ടമാണ്, പക്ഷേ അതിനേക്കാളും ഇഷ്ടം സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നല്ലൊരു റൈസും ഗ്രേവിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാ ഞാൻ ആകെയൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ ഒരു 10 മിനിറ്റ് ക്വിക്ക് ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒതുക്കി പെറുക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബെഡൊക്കെ ഞാൻ ആദ്യം തന്നെ ഒന്ന് വിരിച്ചിടുന്നതാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി വിരിക്കും. രണ്ടാമത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇതാക്കുന്ന സമയത്ത് ബെഡ് നമ്മൾ രാവിലെ തന്നെ നമസ്കാരത്തിനൊക്കെ ഒരുങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വേഗം നമ്മൾ ആ ഒരു നല്ല ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് വേഗം ഒന്ന് വിരിച്ചിട്ടിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് നീറ്റാക്കി വിരിച്ചിടും. ഇനി മൊത്തം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വാരുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ തലേ ദിവസം തുടക്കലൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇന്ന് തുടക്കാനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഇന്ന് മലപ്പുറം വെളിമുക്കിലുള്ള ജാസി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. 5 വയസ്സാവുകയാണ് ആ ഒരു മോന്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാണ്, 1000 ജന്മദിനാശംസകൾ വിഷ് ചെയ്യുന്നു കേട്ടോ. നിങ്ങളും എല്ലാവരും ആ മോന് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യുക കേട്ടോ. ആയുസ്സും ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടെ നല്ല മോനായിട്ട് ആ മോന് വളരാനും ജീവിക്കാനും ഒക്കെ സമാധാനത്തോടു കൂടിയൊക്കെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്താൽ പിന്നെ ഒരു 2-3 ദിവസത്തിന് എനിക്ക് റിലാക്സേഷനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ മേലെയും താഴെയൊക്കെ തുടക്കലും ഒതുക്കലും പ്ലാന്റൊക്കെ സെറ്റ് ചെയ്യലും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഒന്ന് വെറുതെ അടിച്ചു വാരിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റൊക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊട്ടി അടിച്ചു വാരുക എന്ന് പറയില്ലേ, അപ്പോൾ അടിച്ചു വാരി അധികവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അടിച്ചു വാരുക, ജനലൊക്കെ പൊക്കി ഒന്ന് തട്ടി, അപ്പോൾ എവിടെയും പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നീറ്റായിട്ടിരിക്കും. എന്നാൽ തുടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ഉണ്ടാവില്ല. പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും കേട്ടോ. അവർ ഓരോന്ന് കൊണ്ടുപോയിടുന്നതും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. പക്ഷെ ചില കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. ശ്രദ്ധിക്കുന്ന മക്കളുണ്ട്, കുട്ടികൾ പല ഇതല്ലേ. അപ്പം അങ്ങനെ പിന്നെ കുട്ടികൾ എല്ലാവരും, കുട്ടികളാണെങ്കിലും ഇനിയിപ്പോൾ ഉമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ടെങ്കിലും നമ്മളാണെങ്കിലും എല്ലാവരും നീറ്റാക്കി കൊണ്ട് നടന്നാൽ തന്നെ ഒരു വീട് ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പണികളുടെ ജോലി ഭാരവും കുറയുള്ളൂ. നമ്മൾ ചെയ്ത് വീണ്ടും ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് എല്ലാവരും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അല്ലാണ്ട് നമ്മൾ മാത്രം ചെയ്ത് മക്കളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഗാർലിക് റൈസും അതുപോലെ തന്നെ വൈറ്റ് സോസ് ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വൈറ്റ് സോസ് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിലിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ട് ഒന്ന് സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു കേട്ടോ. കളർ ചേഞ്ച് ആവേണ്ട. സോഫ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുത്തു. മീഡിയം സൈസ് കറി പീസ് എടുത്താൽ മതി. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഗാർലിക്ക് ഞാൻ ഇപ്പോഴായിട്ട് ചേർത്ത് കൊടുത്തു. നിങ്ങൾ സവാളയിലേക്ക് ചേർത്ത് കൊടുത്തോ കുഴപ്പമൊന്നുമില്ല. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ബോൺലെസ് പീസാണ് എടുക്കുക. പക്ഷേ എനിക്ക് എല്ലുള്ള പീസാണ് കഴിക്കാൻ ഇഷ്ടം ചിക്കൻ. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. കുഞ്ഞ് പീസ് എടുത്താൽ മതി. നമ്മൾ ചില്ലിയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു പീസ് കറി പീസ് എടുത്താൽ മതി. അതാണ് നല്ലത് കേട്ടോ. ഇനി ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു വൈറ്റ് കളർ വരില്ലേ ചിക്കന്, ആ ഒരു സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ചിക്കൻ കുക്കാക്കി, എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ മുരിപ്പിച്ചിട്ട് എടുക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളിൻ്റെയും സവാളേൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ ചിക്കനിലേക്ക് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 1 ടീസ്പൂൺ, ഞാൻ 1/2 കിലോ ചിക്കനിലേക്കാണ് നിങ്ങൾ എടുക്കുന്ന ചിക്കനിൻ്റെ അളവിനനുസരിച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. കുറച്ച് ഒറിഗാനോ, അതെൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ മല്ലിയിലല്ലേ അത് കുറച്ചധികം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒറിഗാനോ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ചെയ്യാണ്ട് നിൽക്കല്ലേ. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ വൈറ്റ് കളറായതിന് ശേഷം നമ്മൾ ആ മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ ചിക്കൻ കുക്കായിട്ട് വരട്ടെ. അതവിടെ റെഡി ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു. ഇത് നമ്മൾ ഗാർലിക് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കുക്കായി വരണ്ടേ, അതൊന്ന് സെറ്റ് ആവണമെങ്കിൽ. അപ്പോൾ അതവിടെ ആവട്ടെ. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായതിനു ശേഷം അതിലേക്ക് ഒരു വലിയ സവാളയാണെങ്കിൽ പകുതി മതി. ചെറിയ സവാള ആയതുകൊണ്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഗാർലിക്ക് ഒരു 10 ഗാർലിക്ക് വരെ എടുക്കാം കേട്ടോ. അത്രയും ഗാർലിക്ക് ഒന്ന് പേസ്റ്റ് ആക്കണ്ട, ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. ഈ സവാള നല്ല സോഫ്റ്റ് ഇതുപോലെ ആയതിനു ശേഷം നമ്മൾ ആ വെളുത്തുള്ളി ചതച്ചതില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക. വലിയ സവാളയാണെങ്കിൽ നിങ്ങൾ ചിക്കനിലേക്കും ഇതിലേക്കും ഒരു വലിയ സവാള എടുത്താൽ മതി കേട്ടോ. പകുതി എടുത്താൽ മതി, അത്രേ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ആ ഗാർലിക്ക് 1 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് വരണം കേട്ടോ. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കണ്ട. 1 ടീസ്പൂൺ ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒറിഗാനോ ഇതിലേക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ കേട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മൾ മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കില്ലേ നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്നത്, നമ്മളെ ബസ്മതി റൈസില്ലേ ഫ്രൈഡ് റൈസിനൊക്കെ യൂസ് ചെയ്യുന്നത്, അത് തിളച്ച വെള്ളത്തിൽ വേവിച്ച് ഊറ്റി എടുത്തത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന പോലെ ഞാനിപ്പോൾ അതല്ല ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കി, കുറച്ച് ഒരു 1-2 ടീസ്പൂൺ ഓയിലിൽ കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കിയെടുത്തു. അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഈ റൈസ് മതി എന്നുള്ളത് കൊണ്ടാണ്. ഇതിലും ഉണ്ടാക്കാം, നിങ്ങൾക്ക് ബസ്മതി റൈസ് ഉണ്ടല്ലോ നമ്മളെ ഫ്രൈഡ് റൈസിൻ്റെ, അതിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുഴപ്പമില്ലാതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഒന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. റൈസൊന്നും പൊട്ടിപ്പോകാതെ ഉടഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മളെ ഗാർലിക് റൈസ് ഇവിടെ റെഡിയാണ്. മല്ലിയില ഉണ്ടെങ്കിൽ, സ്പ്രിംഗ് ഒനിയനൊക്കെ ഉണ്ടെങ്കിൽ
നന്നായിട്ട് ഇട്ട് കൊടുത്താൽ കേട്ടോ. അതൊക്കെ ഈ റൈസിന് നല്ല ടേസ്റ്റ് കൊടുക്കും. റൈസ് നമ്മൾ വെറുതെ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും നമുക്ക് തോന്നില്ല. പക്ഷേ ആ ഒരു ചിക്കൻ ഗ്രേവിയും ഇതും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ പച്ചവെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ ആ മൂപ്പിച്ച സംഭവങ്ങളുടെ ആ ഒരു ഫ്ലേവറൊക്കെ റൈസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ റൈസ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഈ ഒരു ഫുഡ് നിങ്ങൾക്ക് കുട്ടികളെ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് സ്പെഷ്യലായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കൂലേ, ആ ഒരു സമയത്ത് അവർക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഒരു പാർട്ടിയിലൊക്കെ വിളമ്പാൻ പറ്റിയ അടിപൊളി ഒരു ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കും ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തു. അത് മെൽറ്റായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കട്ടെ. കട്ട കെട്ടാതെ മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് 2 കപ്പ് പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിന് 2 കപ്പ് പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ലോ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ തിളച്ച് കുറുകി വരും കേട്ടോ. അപ്പോൾ അത് കൈവിടാതെ ഇളക്കി കൊടുത്തോ. ഇതിലേക്കുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു ഭംഗിക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വന്നപ്പോൾ തിളച്ച് കുറുകി ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഒരുപാട് തിക്നെസ് വേണമെങ്കിൽ നിങ്ങൾക്കത് കുറുക്കി ഒന്നും കൂടെ ഒന്ന് ടൈറ്റാക്കി എടുക്കാം, കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഈ ഒരു രീതിയിൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചിക്കൻ കുക്കായി ഇങ്ങനെ മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം തുറന്ന് വെച്ച് കുക്കായതിന് ശേഷം തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ മുരിപ്പിച്ചെടുത്താൽ മതി, കരിഞ്ഞു പോകരുത്. അതിലേക്ക് നമ്മൾ വൈറ്റ് സോസും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് കണ്ട. ഇനിയിപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടൊന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അടിപൊളി വൈറ്റ് സോസ് ചിക്കൻ ഗ്രേവി ഇവിടെ റെഡിയാവും കേട്ടോ. ഒന്നുകൂടെ ടൈറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ടൈറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇതൊരു കറക്റ്റാണ് കേട്ടോ. ആ റൈസിലേക്ക് കൂട്ടി കഴിക്കുമ്പോൾ ഇത് കറക്റ്റ് തിക്നെസ് തന്നെയാണ്. ഇനി കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒറിഗാനോ ഇല്ലയെന്ന് വിചാരിച്ച് നിങ്ങൾ ഉണ്ടാക്കി എടുക്കാതിരിക്കരുത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് പൊറോട്ടേൻ്റെ കൂടെയും നാനിൻ്റെ കൂടെയും ഒക്കെ പറ്റുന്നൊരു അടിപൊളി കറിയാണ് കേട്ടോ. ഇത് ഒരു ഗ്രേവിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ അതിന് ശേഷം ഫുഡൊക്കെ റെഡി ആയതിനു ശേഷം ഞാൻ 2 കിച്ചണും ഒന്ന് വെറുതെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാര്യം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 ദിവസമൊക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. മാറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിൽ ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊന്നും വീഴ്ത്തലില്ല. എന്നാലും ആ ഒരു എണ്ണയും കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല നമ്മൾ കുക്ക് ചെയ്യുന്ന, അത് ഇതോടുകൂടി അങ്ങ് ക്ലീൻ ആവും കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് എണ്ണയും മെഴുക്കും ചെളികളും ഒക്കെ പോകുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ വീടാകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. പക്ഷേ കിച്ചൺ അപ്പം തന്നെ നമ്മളങ്ങ് നീറ്റാക്കി കൊണ്ട് നടന്നാൽ അപ്പം തന്നെ കിച്ചൺ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളാകും നല്ല നീറ്റായിട്ടിരിക്കും. നമ്മൾ മാറ്റ് ഒക്കെ ഇടുന്ന സമയത്ത് വൈറ്റ് മാറ്റ്, ലൈറ്റ് കളർ മാറ്റ്, എല്ലാ മാറ്റും ഇടുന്ന സമയത്ത് മാറ്റൊന്നും അഴുക്കാവാതെ നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ എപ്പോഴും. മാത്രമല്ല കിച്ചൺ നമ്മൾ പെട്ടെന്ന് തന്നെ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നീറ്റാക്കി അവിടെയൊക്കെ കൗണ്ടർ ടോപ്പൊക്കെ നീറ്റാക്കി എല്ലാം നീറ്റാക്കി പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു വീടിന് തന്നെ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മളെ വീട്. ഇനിയിപ്പോൾ ഞാൻ ചെടികളിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടത്തിൻ്റെ വീട്ടിലൊക്കെ പോയി അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ കുറച്ചിങ്ങനെ ഉണങ്ങിയ ലീഫ്, പഴുത്ത ലീഫൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി കൊടുക്കലാണ്. ഇത് ഞാൻ നമ്മളെ ZZ പ്ലാന്റ് ആ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഡ്രൈ ആയപ്പോൾ അതൊന്ന് പുറത്തേക്ക് ഇറക്കി വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് വെച്ചു. അതൊരു സെറാമിക് പോട്ടാണ് കേട്ടോ. നിങ്ങൾ അധികം കെയർ വേണ്ടാത്ത പ്ലാന്റ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ZZ പ്ലാന്റ് നല്ലൊരു പ്ലാന്റ്, അതിന് റേറ്റ് ഉണ്ട് അത്യാവശ്യം, പക്ഷേ ഒരു കെയറും അതിനാവശ്യമില്ല കേട്ടോ. വെള്ളം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഓവർ വെള്ളമാവാതെ ശ്രദ്ധിച്ചാൽ മതി. അതെല്ലാ ചെടികൾക്കും അങ്ങനെ തന്നെയാണ്, ഇതിന് പ്രത്യേകിച്ചും. അത് അകത്ത് വെക്കുന്നത് നമുക്ക് നല്ലതുമാണ് കേട്ടോ. നമ്മൾ ശ്വസിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അകത്ത് വെച്ചാൽ ഒരു പണിയും നമുക്ക് അതിൻ്റെ പുറകെ പിന്നെ പോണ്ട. അതുപോലെ തന്നെ മണി പ്ലാന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ അഗ്ലോണിമ അങ്ങനത്തതൊക്കെ അങ്ങനത്തെ തന്നെ. മെയിൻ്റനൻസ് നമുക്ക് കുറവാണ്, അധികം വെള്ളം വേണ്ട, ഒന്ന് വെള്ളം ഒഴിക്കുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അഗ്ലോണിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ വളർച്ച വളരെ സ്ലോ ആണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അതിങ്ങനെ ആയി സെറ്റായിട്ട് വരുള്ളൂ. നല്ലൊരു പ്ലാന്റായിട്ട് നമ്മളെ കൈ കിട്ടുമ്പോഴത്തേക്കും സമയം പിടിക്കും. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ റഫീക്കും ഫുഡൊക്കെ കഴിക്കട്ടെ. ഇപ്പോൾ നമസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക, കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക, പിന്നെ വീഡിയോൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ റഫീക്ക് ഉള്ളത് കൊണ്ട് വൈകുന്നേരം എന്തെങ്കിലും ഒരു ചെറുതായിട്ടുള്ള സ്നാക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കിടു കോമ്പിനേഷൻ റെഡി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഒരു ഇമോജിയോ ലൈക്കോ ഒരു തമ്പോ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് ഇടാൻ മറന്നു പോകരുത് കേട്ടോ. വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ അതിനെ പറ്റിയിട്ടുള്ളൊരു കമൻറ്റ് അത് മസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് നല്ല നല്ല വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുതരാനായിട്ട് തോന്നുക കേട്ടോ. ആ ഒരു മൈൻഡ് വരിക, നിങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.